സ്റ്റോക്സിനെ മാറ്റിയതിനാൽ ജൂൺ 17 ലണ്ടനിലെ ഓവലിൽ ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ മുൻ നായകൻ ജോ റൂട്ടാവും ഇംഗ്ലണ്ടിനെ നയിക്കുക. 2017 മുതൽ 22 വരെ ഇംഗ്ലണ്ടിന്റെ നായകനായിരുന്ന ജോ റൂട്ട് ഇംഗ്ലണ്ടിനെ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകളിൽ നയിച്ച നായകൻ കൂടിയാണ്. അതിനുശേഷമാണ് സ്റ്റോക്സ് ക്യാപ്റ്റനായത്. ഈ ടീമിന്റെ നിലവിലെ വൈസ് ക്യാപ്റ്റനായ ഹാരി ബ്രൂക്കിനെ പരിഗണിക്കാതെയാണ് പഴയ ക്യാപ്റ്റനായ റൂട്ടിനെ തന്നെ താൽക്കാലിക ക്യാപ്റ്റൻ ചുമതല ECB ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ നായകസ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ചും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ബെൻ സ്റ്റോക്സ് ആലോചിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ബെൻ സ്റ്റോക്സിനെ സംബന്ധിച്ച് ഈ ബാറിൽ നിന്നുള്ള അടിയുണ്ടാക്കുക എന്നതും അദ്ദേഹത്തെ സംബന്ധിച്ചതും ആദ്യ സംഭവമില്ല. 2018 സമാനമായി ബാർ ഫൈറ്റ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. 2018 ബെൻ സ്റ്റോക്സ് ഒരു ക്ലബിന് പുറത്ത് തെരുവ് പോരാട്ടത്തിൽ അന്ന് ഏർപ്പെട്ടിരുന്നു. അന്ന് മറ്റ് 2 പേരുമായിട്ടായിരുന്നു സ്റ്റോക്സിന്റെ പോരാട്ടം ഉണ്ടായത്. ഒരു സ്വവർഗാനുരാഗ ദമ്പതികളെ ദുരുപയോഗത്തിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു താൻ എന്നായിരുന്നു അന്നത്തെ സ്റ്റോക്സിന്റെ വാദമുണ്ടായത്. ഈ പോരാട്ടത്തിനിടെ ഒരാൾക്ക് മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. അതോടെ ആ കേസ് കാരണം അദ്ദേഹത്തിന് 2017-18 ആഷസ് ടൂർ നഷ്ടമായിട്ടുണ്ട്. കോടതി അദ്ദേഹത്തെ പിന്നീട് കുറ്റക്കാരനല്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ECB അദ്ദേഹത്തെ 8 മത്സരങ്ങളിൽ നിന്നും അന്ന് വിലക്കിയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും സമാന സാഹചര്യങ്ങളിൽ നിൽക്കുകയാണ് ബെൻ സ്റ്റോക്സ്. ദി സെയിം തിങ് ഹാസ് ഹാപ്പൻഡ് ട്വൈസ്. ഇറ്റ്സ് പ്രിറ്റി മച്ച് ഓവർ ഫോർ ബെൻ സ്റ്റോക്സ്. ഇതാണ് സ്റ്റോക്സിന്റെ അവസാനമെങ്കിൽ തീർച്ചയായും അകാലത്തിൽ നഷ്ടമാകാൻ പോകുന്നത് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറെയാണ്.